പഠിപ്പിക്കുന്ന സാറുമായിട്ട് വരെ ഈ ഒരു പെൺകുട്ടിക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പരാമർശിക്കുന്ന രീതിയിലുള്ള വോയിസ് റെക്കോർഡിംഗ് ആയിരുന്നു അന്ന് ലീക്കായിട്ടുണ്ടായിരുന്നത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ക്രൗഡ്കിഡോയും അപ്പൂസ് എന്ന് പറയുന്ന 2 ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റിയിട്ടാണ്. ഇവർ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 10 മാസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. ഇവരൊരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടും പിന്നെ ആ ഒരു വോയിസ് റെക്കോർഡിങ്ങിൽ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതുകൊണ്ടും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി. ഒപ്പം ഈ ഒരു പെൺകുട്ടിയുടെ വ്യാജ വീഡിയോ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാനും ഇത് റിലേറ്റ് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നോക്കാൻ കാണാൻ പറ്റില്ല, ഞാനിത് റിമൂവ് ആക്കി. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ടൈമിലാണെങ്കിൽ കുറേ ആളുകൾ ആ ഒരു വീഡിയോ കാണുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മീൻസ് കുറേ കമൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നു. അതിനി അവരുടെ ലൈഫിലേക്ക് ഇനി അതൊരു ബുദ്ധിമുട്ടായി തീരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാനിത് വീഡിയോ റിമൂവ് ആക്കിയത്. കാര്യം ഞാൻ അവർ നല്ല ഇൻറ്റൻഷനോട് കൂടി തന്നെ ചെയ്തിരുന്നൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ വേണമെങ്കിൽ അത് പബ്ലിക് ആക്കാം. കാര്യം ഇപ്പോൾ ഓൾറെഡി എന്തായാലും ഈ ഒരു പെൺകുട്ടി അപ്പൂസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ വന്ന് കൊടുത്ത് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പബ്ലിക് ആക്കാമെന്ന് പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ. അപ്പം ഈ ക്രൗഡ്കിഡോ ഇവർ നമ്മൾ ബ്രേക്കപ്പ് ആയതിനു ശേഷം ഞാൻ മൈൽ സ്റ്റോണിൽ ആങ്കറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ക്രൗഡ്കിഡോയെ ഒരു ദിവസം എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാനെ കൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ സ്പോട്ടിലെത്തി. അപ്പോഴാണ് അറിയുന്നത് ക്രൗഡ്കിഡോ അന്ന് എത്തത്തില്ല, കാരണം പുള്ളിയുടെ ബൈക്ക് എന്തോ ആക്സിഡൻ്റ് ആയി, അതുകൊണ്ട് എത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ക്രൗഡ്കിഡോ ആയിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോൾ അപ്പൂസ് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയായിട്ടുള്ള ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നടന്നു. അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് നമുക്ക് കേട്ട് ബാക്കി സംസാരിക്കാം. ഇങ്ങനൊരു വീഡിയോ ഇറങ്ങിയ സമയത്ത്, ഈ ഒരു ന്യൂഡ് വീഡിയോ ഇറങ്ങിയ സമയത്ത് ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ? ആരുമില്ലായിരുന്നു. ശരിക്കും ആ ഒരു കഥ എന്തോന്ന് പങ്കുവെക്കാം നമ്മളോട്. ഇത് വരുന്നത് തന്നെ ഒരു ബ്രേക്കപ്പിന്റെ ഒരു ശേഷമാണ്. അതിപ്പം ആ വീഡിയോ അത് ഫേക്ക് ആയിട്ടും അതല്ലെന്ന് പറയാനായിട്ട് എനിക്ക് ഒറ്റ ആൾക്കാരുണ്ടായിരുന്നില്ല. ഫ്രണ്ട്സ് എന്ന് പറയാനും റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും ഒന്ന് വിളിച്ചു ചോദിക്കാനാണേലും ആരും ഉണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിൽ നമ്മൾ മനസ്സിലാക്കും നമുക്ക് നമ്മളെ ഉള്ളൂ. പക്ഷെ ഞാൻ അറിയാൻ സാധിച്ചത് ഈ ഒരു വീഡിയോയ്ക്ക് മുമ്പേ അപ്പൂസ് ഫ്രണ്ട്സുകൾക്കിടെ ഭയങ്കര ജീവനായിരുന്നു. അപ്പൂസിനെ വിളിച്ച് അപ്പൂസ് എന്തിനു ഓടിപ്പോന്നു, അപ്പൂസ് 10 പേർക്കാണ് ഒരു കളവായിരുന്നു അല്ലേ. പക്ഷെ നമ്മുടെ ഒരു വീഡിയോ ഇറങ്ങിയപ്പം നമ്മുടെ ഒരു തെറ്റല്ലെന്ന് പറഞ്ഞപ്പം പോലും ചൂണ്ടിക്കാണിക്കാനോ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. അന്ന് ജീവിതത്തിൽ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്തോ പോസേ? കാര്യം കാണാൻ മാത്രം നമ്മുടെ കൂടെ എല്ലാരും ഉണ്ടാവും. നമുക്ക് ഒരു ആവശ്യം വരുമ്പോഴത്തേക്ക് ആരും ഉണ്ടായിരിക്കില്ല. അതൊന്ന് പഠിച്ചു. അങ്ങനെ ബ്രേക്കപ്പ് ഉണ്ടാവുന്നു. ബ്രേക്കപ്പിന് ശേഷം ഇങ്ങനെ ഒരു വീഡിയോ ഇറങ്ങുന്നു. അപ്പൊ നമ്മളും സ്വാഭാവികം ചിന്തിക്കുമല്ലോ, ഓക്കെ കുറച്ച് ഫ്രണ്ട്സ് ആ വ്യാജേന വീഡിയോയുടെ പുറകെ പോയി, എന്നാലും നമ്മളെ മനസ്സിലാക്കുന്ന 1-2 സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ കാണും. അതുപോലും അപ്പൂസിന്റെ ലൈഫിൽ ഇല്ലായിരുന്നോ? അതുപോലും ഇല്ലായിരുന്നു. എനിക്കൊന്ന് വിളിച്ച് സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒരാൾ കേട്ടിരിക്കുവാന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. വലിയ കാര്യമാണ്. ഒരാൾ കേൾക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. ഇങ്ങനൊരു വീഡിയോ ഇറങ്ങിയെന്ന് അപ്പൂസ് അറിഞ്ഞത് എപ്പോഴാ? ഇത് ഷെയർ ആയി വന്നോ? ഒരുപാട് ഒത്തിരി പേര് എന്നെ വിളിച്ച്, ഒത്തിരി ഫ്രണ്ട്സ് ആയാലും ഒത്തിരി പേര് വിളിച്ച് ഇന്ന പോലെ വീഡിയോ ഇറങ്ങി. ഈ വിളിച്ച് പറയാൻ ഒത്തിരി പേര് ആൾക്കാരുണ്ടായിരുന്നു. വീഡിയോ കണ്ടുകൂടി വിളിച്ച് പറയാൻ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. എനിക്കതൊന്ന് ഷെയർ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. എടി അത് ഫേക്ക് ആണ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല കൂടെ. എന്ത് ചെയ്യാൻ പറ്റും? പലതവണയാണെങ്കിൽ പോലുവേ എടി ഞാനല്ലടി അത്, എന്റെ വീഡിയോ അല്ലടി എന്നൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പൂസ? കൊറേ പ്രാവശ്യം. അപ്പോഴൊക്കെ അവരുടെ റിപ്ലൈ എന്തുവായിരുന്നു? എനിക്ക് എങ്ങനെ ഉണ്ട്, ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ആരും വന്ന് ചോദിക്കാത്തതിന്റെ റീസൺ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു വോയിസ് റെക്കോർഡിങ് പുറത്തേക്ക് വന്ന സമയത്തേക്കിന് ഏതൊരാളും ചിന്തിക്കുക ഈ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇറങ്ങിയേക്കുന്ന വീഡിയോ ഒരുപക്ഷെ ഒറിജിനൽ ആയിരിക്കും എന്നൊക്കെ പല ആളുകളും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ തമ്മിലുണ്ടായിരുന്ന അന്നത്തെ ആ ഒരു സംഭാഷണം, ഫോൺ സംഭാഷണം ഞാനൊന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. അതൊന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. നമ്മളിവിടെ ഇറങ്ങി നീ അവനെ കിസ് ചെയ്തുകൊണ്ട് എല്ലാം നമ്മളിവിടെ ഇറങ്ങി. ആ സാറായിട്ട് തന്നെ ആയിരുന്നു. ബാംഗ്ലൂർ നീ ഏത് റൂമിലാണ് പോയത്? റൂമിൽ പോയ ഫോട്ടോ ഇവിടെ ഉണ്ട്. അയക്കണോ ബ്ലോക്ക് ആയിട്ട്? റോബോട്ട് മണിപ്പൂറുള്ള റോബോട്ട് ആയിട്ട് തന്നെയായിരുന്നു. എന്നതോ പറയടി. സാറായിട്ട് തന്നെയായിരുന്നു. അയ്യോ വിഷ്ണുവായിട്ട് തന്നെയായിരുന്നു. അയ്യോ ദേ വിഷ്ണുവിനെ വിളിച്ച് വിഷ്ണുവിന്റെ റെക്കോർഡ് മൊത്തം എൻ്റെ ഉണ്ട്. വിഷ്ണുവായിട്ട് ഫ്രണ്ട് അടിച്ച എല്ലാം അവൻ തന്നെ പറഞ്ഞു കേട്ടല്ലോ. നീ കൂടുതൽ നീ ഊമ്പിക്കല്ലേ കേട്ടോ. ഊമ്പിച്ചതോളം മതി. നിന്റെ ബാംഗ്ലൂർ പഠിപ്പ് നാളെ തൊട്ട് അവസാനിക്കുക കേട്ടല്ലോ. അതിനുള്ള തെളിവൊക്കെ ആയിട്ട് ഞാൻ നിന്റെ പപ്പയുടെ അങ്ങോട്ടാണ് പോകുന്നത്. അമ്മയോട് എന്നിട്ട് കാര്യമില്ല. അമ്മയ്ക്കൊക്കെ ഇത് പുത്തരി ആയിരിക്കും കേട്ട്. അതിരമ്പുഴ ആരായിരുന്നടാ? അതിരമ്പുഴ ആരായിരുന്നു?
ഇപ്പൊ ഒരു ലൈൻ ഉണ്ടെന്ന്. ആ എന്തോ ഇതാണെന്ന് പറഞ്ഞു. അതിനായിരുന്നടി അതിരമ്പുഴയുള്ള ബാംഗ്ലൂരുള്ള റൂമിൽ പോയത്. പറ. അയ്യോ ഫോട്ടോ കാണണോ? ഫോട്ടോ കാണണോ നിനക്ക്? എന്റെ പപ്പനെ കാണിക്കാൻ വേണ്ടി എല്ലാ സാധനവും വെച്ചിട്ടുണ്ട്. നീ പറയടി, വാ തുറന്ന് പറ. അപ്പൂസേ എന്താ നിനക്ക് പറ്റിയ? എന്താ? എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, നീ എന്നെ ദ്രോഹിക്കുവാ. എടി നീ വെടിയാണോ? വെടി, കരവെടി. ഞാൻ ഈ വെടീനൊക്കെയാണല്ലോ നോക്കിയെന്ന് ഓർത്ത. നടന്ന് കളിക്കുന്നു. എല്ലാ പൂജ സാറായിട്ട് എന്തായിരുന്നു? എന്നെ അങ്ങനെ വെറുതെ വിടത്തില്ല കേട്ടോ. അപ്പൂസ് എന്തെങ്കിലും തുറന്നു പറയല്ലെങ്കിൽ ഉള്ളതായിരുന്ന ഒരു ബന്ധവുമില്ല എന്റെ പൊന്നേടി. നീ ഇങ്ങനെ പറയില്ലേ? എല്ലാവർക്കും അറിയാലോ, എല്ലാവർക്കും അറിയാലോ. ഈ വിഷ്ണുവായിട്ടുള്ള എല്ലാവർക്കും അറിയായിരുന്നല്ലോ. കോളേജ് മൊത്തമായിട്ട് 8 നവംബറിൽ തുടങ്ങിയല്ലേ നീ? നവംബർ 14 അല്ലേ? ആ അങ്ങനെ കണ്ട്. അയ്യോടാ, നീ അവനെ ഉമ്മ വെച്ചോ? കിസ് ചെയ്തോ? ഫ്രണ്ട് അടിച്ചിട്ടുണ്ടോ? അവന് തന്നെ എണ്ണമില്ലെന്ന് അവൻ പറഞ്ഞു. കണക്കില്ലെന്ന്. നിന്റെ അക്കൗണ്ട് ആതിര അറിയൂലെന്നാ പറഞ്ഞേ. ആതിര ഫോണെ സേവ് ചെയ്തിരുന്നു. ആതിര അവന്മാരും എല്ലാവരും പറയുന്ന ആതിര. ആ എല്ലാ ഊമ്പി നിന്റെ എല്ലാ കള്ളക്കളയും പിടിച്ചിവിടെ. നീ സത്യം പറയടി, നീ ബാംഗ്ലൂർ ആരായിരുന്നു? മറ്റേ അതിരമ്പുഴയുള്ള ആരായിരുന്നു റൂമിൽ പോയത്? എടി നീ പോയില്ലേ? എടി ഫോട്ടോ നിനക്ക് കാണണോ? ഫോട്ടോ നിന്റെ പപ്പനെ എന്ന ആളെ കാണിക്കുന്നത്. നീയും കൂടെ വന്ന് നിന്നുണ്ടോ? ഫോട്ടോ കാണണോ നിനക്ക്? ഫോട്ടോ കാണണോ? ഞാൻ ആരുടെയും കൂടെ റൂമിലൊന്നും പോയിട്ടൊന്നുമില്ല. നിങ്ങൾ എന്നെ ചുമ്മാ അനാവശ്യമൊക്കെ പറയുന്നേ. വിഷ്ണുവായിട്ട് നീ അടിച്ചിട്ടൊന്നുമില്ല. കിസ് അടിച്ചിട്ടില്ലേ? ഇല്ല. പറയടി, പാവത്തിൽ പിടിക്കാം. അല്ലെങ്കിൽ ഇപ്പം കയറി വരും അങ്ങോട്ട്. ഞങ്ങൾ ഏറ്റുമാരുണ്ട്. തെളിവായിട്ടുണ്ട്. ഇപ്പൊ ഈ നൈറ്റ് വന്നു കഴിഞ്ഞാൽ വെറുതെ കലാപാകത്തുള്ളൂ. അത് ഓർത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാ ചെയ്യണമെന്ന് ഓർത്ത്. തെളിവ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കണം. അപ്പൂസ് തുറന്നു പറ. ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞു. കിസ് അടിച്ചിട്ടുണ്ട്. ആ എത്ര വട്ടം? 2 തവണ വല്ലതും കൊടുത്തു. അയ്യോ കൊടുത്ത് കാണൂ. അവൻ കണക്കില്ലെന്നുള്ള പറഞ്ഞേ. ആ എത്ര മാസം? 8 മാസം. എന്റെ പൂസേ 8 മാസം. നിനക്കൊരു നാണോ ഉളുപ്പില്ല പറയാം. ഇപ്പൊ നീ ഉള്ള കാര്യം പറഞ്ഞു വരുവാണെങ്കിൽ ഞങ്ങള് പോസ്റ്റ് ഇടാൻ വേണ്ടി ഇരിക്കും. എല്ലാ സാധനവും വിച്ചുനെ, അപ്പൂനെ, മറ്റേ റോബോട്ടോ എല്ലാം ബ്ലറാക്കിയിട്ട് സാധനം ഇടാൻ വേണ്ടി ഇരിക്കുക. പിന്നെ ബാംഗ്ലൂർ റൂമിലെ ഫോട്ടോ എല്ലാം കറക്റ്റ് കാര്യം ഇവിടെ പറയുവാണെങ്കിൽ. എനിക്ക് അറിയത്തില്ല. റിദിനായിട്ട് അറിയില്ലേ? ഈ പാലക്കാട് മെസ്സേജ് അയച്ചിട്ടുള്ളത് എനിക്കറിയത്തില്ല. അയ്യോടാ ഫോട്ടോ അടക്കം ഉണ്ടല്ലോ പാപ്പൂസിന്റെ. ഒരു ഫോട്ടോ അയച്ചു കൊടുത്തായിരുന്ന അപ്പൂസ്? പറ. ഇപ്പൊ അവൻ ആർമിയിലാ. ചോദിച്ചു എന്ത് കേസുള്ളത്? ബോക്സ് കളിയുടെ അതും കളിയാ. ഇത്ര മാത്രമേ വോയിസ് ക്ലിപ്പ് ഞാനിവിടെ വെക്കുന്നുള്ളൂ. കാര്യം ഇതിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് അന്ന് ഇവരുടെ ഈ ഒരു വോയിസ് ക്ലിപ്പ് ലീക്ക് ആക്കിയിട്ടുള്ള ആ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ ഇപ്പോഴും അത് കിടപ്പുണ്ട്. ഓക്കെ, ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അന്ന് ഇത് ഈ ഒരു വോയിസ് ക്ലിപ്പ് ലീക്ക് ആവുകയും അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുടെ എന്ന് പറയുന്ന രീതിയിലുള്ള ആ ഒരു വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്ന ആ ഒരു സമയത്ത് ഈ ഒരു പെൺകുട്ടി വന്ന് ഒരു കാര്യം പറയുന്നുണ്ട്. അത് ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം. ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരുമായി ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. എന്തുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഞാൻ റിയാക്ട് ചെയ്തില്ല എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇതിലെല്ലാം സത്യമുള്ളത് കൊണ്ടല്ലേന്നും ചോദിക്കുന്നുണ്ട്. ഒരിക്കലുമല്ല റിയാക്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ പേരും പറഞ്ഞ് കുറേ വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. അത് മിനിമം കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും അത് കാണുമ്പോൾ അതിലുള്ളത് ഞാനല്ലെന്ന്. പിന്നെയും വീണ്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കാര്യത്തിൽ ഞാൻ ലീഗലായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അറിയിക്കേണ്ടവരെല്ലാവരെയും അറിയിച്ചിട്ടുമുണ്ട്. പിന്നെ ദയവ് ചെയ്ത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യത്തിൽ ആരും ഇടപെടാതിരിക്കുക. ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ടുള്ളൊരു ലൈഫ് ഉണ്ടെന്ന് നിങ്ങളെല്ലാവരും വിചാരിക്കണം. കഴിഞ്ഞിടെ ക്രൗഡിൻ്റെ ഫോൺ മിസ്സായിരുന്നു. അത് ഞങ്ങളോട് വ്യക്തിപരമായ വൈരാഗ്യമുള്ള ഒരാൾ യൂട്യൂബിലെടുത്ത് ഓഡിയോസ് എല്ലാം ഇട്ടിരുന്നു. അതെല്ലാം ഫേക്കാണ്, എല്ലാം എഡിറ്റിംഗ് ആണ്. ഓഡിയോയിലുള്ളതൊന്നും സത്യമല്ല. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർത്തിവെക്കുക. ഓക്കെ, ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ കേട്ടല്ലോ. ആ ഓഡിയോ ഫേക്കാണ്. ആ ഓഡിയോ ഒക്കെ ആണെങ്കിൽ എഡിറ്റഡ് ആണ്. മീൻസ് നമ്മൾ ഈ ഫോട്ടോസൊക്കെ മോർഫ് ചെയ്ത പോലെ ഓഡിയോ നമ്മൾ ഫേക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണെന്നാണ് പറയുന്നത്. ഈ കുട്ടി തന്നെ ഇവിടെ പറയുന്നുണ്ട് ഓൾറെഡി ക്രൗഡിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മിസ്സായി, അങ്ങനെ ഇവരോട് വ്യക്തിവൈരാഗ്യമുള്ള ഒരാൾ ലീക്ക് ആക്കിയതാണെന്ന് പറയുന്നത്. അറ്റ് സെയിം ടൈം പറഞ്ഞു ഇതെല്ലാം ഫേക്ക് ആണെന്നുള്ളത്. എന്തായാലും അന്നത്തെ ആ ഒരു ടൈമിലാണെങ്കിൽ ക്രൗഡ് കിഡോ പറയുന്ന കാര്യമുണ്ട്. അതുകൂടെ ഒന്ന് വെക്കാം ഞാനിവിടെ.
ഞാനും അപ്പൂസും ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ് നിങ്ങളെല്ലാവരും അറിഞ്ഞായിരുന്നല്ലോ. ഞങ്ങൾ രണ്ടുപേരും ബ്രേക്കപ്പ് ആയിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. ചുരുക്കം കുറച്ച് ആൾക്കാർ കുറേ പേജസിലും വാട്സപ്പ് ഗ്രൂപ്പിലും എല്ലാം ഞാനും അവളും അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ ഇപ്പം ചുരുക്കം കുറച്ച് ആൾക്കാർ ഓരോ റൂമറായിട്ടും അല്ലാതെ കുറേ എന്തോ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞ് പരത്തി ഓരോ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഈ ഷെയർ ചെയ്യുന്നവർ അത് എന്തറിഞ്ഞിട്ടാണ് ഷെയർ ചെയ്യുന്നത്, അവർക്ക് എന്ത് കിട്ടിയതാണെന്നൊന്നും നമുക്കറിയത്തില്ല. ഞങ്ങൾ രണ്ടുപേരും മാന്യമായിട്ട് ഈ സംഭവം പറഞ്ഞു തീർത്ത് ഇപ്പം അതിൻ്റെ പേര് പറഞ്ഞ് ഇപ്പം കുറേ പേര് വീണ്ടും ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. ഓരോങ്ങളോട് ദേഷ്യമുള്ളവരും കാര്യത്തിൻ്റെ സത്യാവസ്ഥ അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പം അവരറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഫോണിനപ്പുറം എനിക്ക് അവർക്ക് ഒരു ജീവിതമുണ്ട്. അത് നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. കേട്ടല്ലോ, ഈ ഒരു കോളിനപ്പുറം ഞങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ട്, അതെല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളത്. ആൻഡ് ഈ ഒരു കുട്ടി പറഞ്ഞിട്ടുള്ളത് എന്താണ്, അതെല്ലാം ഫേക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണെന്ന്. പക്ഷേ ഇപ്പോഴത്തെ ക്രൗഡ് കിഡോ തന്നെ വന്ന് സമ്മതിക്കുന്നുണ്ട് ഇത് ഈ ഒരു വോയിസ് ക്ലിപ്പിനപ്പുറവും ഞങ്ങൾക്ക് ഈ ഒരു വോയിസിനപ്പുറവും ഞങ്ങൾക്കൊരു ജീവിതം ഉണ്ടെന്നുള്ളത്. സോ അങ്ങനെ ഒരു വോയിസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഒരു ഫേക്കായിട്ടുള്ള കാര്യമില്ല, ജെന്യുവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാര്യം ഈ കുട്ടിയും വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ക്രൗഡിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മിസ്സായി ഇവരോട് വ്യക്തിപരമായിട്ട് വൈരാഗ്യമുള്ള ഒരു വ്യക്തി ലീക്ക് ആക്കിയിട്ടുള്ളതാണെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇതെല്ലാം അന്ന് അവിടെ കഴിഞ്ഞൊരു കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പയ്യൻ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയെങ്കിൽ അത് നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സാധനമായിരുന്നു. അപ്പം ഇതിനകത്ത് തന്നെ മറ്റൊരു ഫ്രണ്ട്സ് ഇതിൻ്റെ ഇടയിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. ഒപ്പം ഈ ഒരു പെൺകുട്ടിയെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന അങ്ങനെ ഒരു രീതിയിൽ പോകുന്നുണ്ട്. ഓഫ് കോഴ്സ് ആ ഒരു പയ്യൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഞാനന്ന് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിനാണെങ്കിൽ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ മറ്റൊരു ബന്ധമുണ്ട് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ നിങ്ങൾ സംസാരിച്ച് അത് ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ബെറ്റർ ആയിട്ടുള്ളൊരു വഴി. അല്ലാതെ പല ആളുകളും ഇവിടെ ചെയ്യുന്നൊരു കാര്യമുണ്ട്, അവൾ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കത്തിക്ക് കുത്താനും പെട്രോൾ ഒഴിച്ച് കത്തിക്കാനും ഇങ്ങനെ പല വാർത്തകളും നമ്മൾ കേൾക്കുന്നതാണ്. അപ്പം അതുപോലെ മറ്റൊരു രീതി സോഷ്യൽ മീഡിയയിലൂടെ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതുപോലെ വോയിസ് ക്ലിപ്പ് ലീക്ക് ആക്കിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പം അന്ന് ഞാൻ ഈ ഒരു പയ്യൻ്റെ ഭാഗം ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത് ഈ ഒരു വോയിസ് ക്ലിപ്പ് ലീക്ക് ആക്കി എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവർ തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നീടാണ് ഈ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങുന്നത്. അതായത് ഇവർ മീൻസ് ഈ പയ്യൻ ഇറക്കിയിട്ടുള്ളതല്ല, ഈ പയ്യൻ ലീക്കാക്കിയതല്ല വോയിസ് ക്ലിപ്പ്, ഇവരോട് ദേഷ്യമുള്ള മറ്റാരോ ലീക്കാക്കിയതാണെന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അന്ന് ഞാൻ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഇട്ടത്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്കത് കേൾക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഫുള്ളായിട്ടുള്ളത് ഞാൻ വീണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇപ്പം ഈ ഒരു കുട്ടി ഈ ഒരു സാഹചര്യത്തിൽ വന്നിട്ട് ഈ രീതിയിൽ വീണ്ടും ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് സംസാരിച്ചുകൊണ്ട് പഴയ കാര്യങ്ങൾ വീണ്ടും എടുത്തിടേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും അന്ന് അവിടെ എവിടെയൊക്കെയോ മറഞ്ഞു പോയുള്ള കാര്യങ്ങൾ, എല്ലാവരും മറന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും എനിക്കറിയാം. കുട്ടിയുടെ കമൻറ്റ് ബോക്സിലൊക്കെ ആണെങ്കിൽ ഇപ്പോഴും പലപ്പോഴും പല ആളുകളും പഴയ കാര്യങ്ങൾ വന്നുകൊണ്ട് സംസാരിക്കാറുണ്ട്. പക്ഷേ മുമ്പുള്ളതിനെക്കാട്ടിൽ ഒരു ശതമാനം കുറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലാണെങ്കിൽ ആളുകൾ വരുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ ഒരു ഇൻ്റർവ്യൂ ഒന്ന് കൊടുക്കുമ്പോഴത്തേക്കിനെ ഈ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിട്ടുള്ള ഏതൊരാൾക്കും കുട്ടി പറയുന്ന ഈ ഒരു കാര്യത്തെ ഒരിക്കലും പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പം ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ള സംശയമാണ്. ഒപ്പം ഈ ഒരു ഇൻ്റർവ്യൂ ഓക്കെ കൊടുത്തതും കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു ചോദ്യം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാമായിരുന്നു. ഓക്കെ, കാര്യം ഈ ഒരു വോയിസ് ക്ലിപ്പ് എന്ന് പറയുന്ന സാധനം എല്ലാവരും കേട്ടിട്ടുള്ളത് തന്നെയായിരുന്നു. അപ്പം കുട്ടി എത്ര നിസ്സഹായാവസ്ഥ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയാണ്, നമ്മുടെ സമൂഹമാണ്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫുണ്ട് ഇനി മുന്നോട്ട്, അത് നല്ല രീതിയിൽ ജീവിക്കുക, പഴയ കാര്യങ്ങളൊക്കെ കളയുക, നല്ല രീതിയിൽ ഇപ്പം ക്രൗഡ് കിഡോ ആണെങ്കിലും കുട്ടിയാണെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ.